UDF തരംഗമായി പറയാനുള്ളൂ. ഇവിടുത്തെ ഇടതുപക്ഷം പറയുന്നത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും അവരുടെ വിചാരം ഇതാണ് ശരി. ആദ്യത്തെ 5 കൊല്ലം നല്ല ഭരണമായിരുന്നു, രണ്ടാമത്തെ 5 കൊല്ലം മനുഷ്യനെ കൊന്നു. എത്ര പറയാനുള്ളൂ. ഇനി പണിമുടക്ക് ഹർത്താൽ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. തവണ അവരധികാരം തിരിച്ചു പിടിച്ചു എന്നുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഇവർ തിരിച്ചു പിടിക്കും. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആര് ജയിച്ചാലും നല്ല കാര്യം ചെയ്യുന്നത് ജയിച്ചു വരട്ടെ. UDF ഭരണമാറ്റമാണ് ഉള്ളത്. ഇങ്ങനെ ഒരു അട്ടിമറി വിജയം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? പ്രതീക്ഷിച്ചിരുന്നു, വിജയം പ്രതീക്ഷിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നത്? ഭരണം മാറുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഭരണം മാറുമെന്ന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഭരണമാറ്റം വെറുതെ ഒരു പൊതുവികാരമാണോ അതോ നേരത്തുള്ള ഭരണത്തിൽ നിന്നുള്ള മോശമായിട്ടുള്ള അനുഭവമാണോ? എന്തായിരിക്കും ഭരണമാറ്റം? പൊതുവെ ഭരണമാറ്റം നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നതല്ലേ. ഭരണം മാറണം, മാറി. ഒരു ഭരണം മാറ്റം വന്നത് നല്ലതാണ്. പറയാൻ എന്താണുള്ളത്, ജനങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് വോട്ട് രേഖപ്പെടുത്തി. അവർക്ക് മാറ്റങ്ങൾ വേണമെന്ന് തോന്നി, അപ്പോൾ ആ മാറ്റങ്ങൾ വരണമല്ലോ. എപ്പോഴും ഒരാൾ തന്നെ ഭരിച്ചിട്ട് ആളുകൾക്ക് ഗുണം കിട്ടുന്നില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മാറ്റങ്ങൾ കിട്ടാൻ വേണ്ടി ആളുകളത് ശരിയായ രീതിയിൽ തിരഞ്ഞെടുക്കും. അത്ര ഓരോ പ്രാവശ്യവും മാറി പറഞ്ഞാണ് ഇവിടെ വരുന്നത്. ഇത്തവണ അവരധികാരം തിരിച്ചു പിടിച്ചു എന്നുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഇവർ തിരിച്ചു പിടിക്കും. അല്ല, ഇനി ഒരു തുടർ ഭരണമാണ് വന്നതെന്നുണ്ടെങ്കിൽ അത് വരാൻ ഇനി ബുദ്ധിമുട്ടാണ്. കാരണം കേരളം സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ആര് ഭരിച്ചാലും വളരെ വിഷമകരമായ കാര്യത്തിലൂടെ ഇനി പോകുള്ളൂ. വളരെ ബുദ്ധിമുട്ടാണ് ഇനി ഭരണം നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അതേമാതിരിയുള്ള പ്രകടന പത്രികയിൽ അതുപോലെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കണേ. അതൊക്കെ ഇവിടെ നടപ്പിലാക്കണമെങ്കിൽ ഇപ്പം തന്നെ കടത്തിലാണ്. ഇനി അതൊക്കെ നടപ്പിലാക്കി വരുമ്പോൾ കേരളം കൂടുതൽ കടത്തിലേക്ക് പോകും. അപ്പോൾ ആര് ഭരിച്ചാലും ഇവിടുത്തെ സ്ഥിതി അതാ. ഇനി അടുത്ത ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഈ ഭരണം മാറി വേറെ ഭരണം വരും. അത് ഇവിടുത്തെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കേരളത്തിലുള്ളവരൊക്കെ വിദ്യാസമ്പന്നരാണ്. അവരിപ്പോൾ കാണിക്കുന്നതിന് പ്രതികരിക്കും. അത് കഴിഞ്ഞ് അടുത്ത ഇത് വരുമ്പോൾ അത് മാറി തിരിഞ്ഞിരിക്കും. അങ്ങനെ പോകണം. അപ്പോൾ ഇനിയിപ്പോൾ ആര് ഭരിച്ചാലും കേരളത്തിൻ്റെ കാര്യം കഷ്ടത്തിലേക്കാണ് പോകണം. നമുക്കൊരു പുരോഗതി ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. കുഞ്ഞ് നല്ല രീതിയിൽ ഭരിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാ ആശംസകളും നേരുന്നു. ഒരു തരംഗം ഉണ്ടായിട്ടുണ്ട്. UDF അനുകൂലമായിട്ട് ഒരു തരംഗം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇത്ര വലിയൊരു ഭൂരിപക്ഷം. 100 അടുക്കായിരുന്നോണല്ലേ. ഒരു ഭരണമാറ്റം 10 കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് അവർ ഭരിക്കുന്നില്ല. ഒരു ഭരണമാറ്റം ജനങ്ങളെ ആഗ്രഹിച്ചിട്ടുണ്ടോ? എന്തായാലും ഭരണം മാറ്റം ആവശ്യമാണ്. നല്ലതന്നെ. UDF നല്ല ലീഡ് നേടുമെന്നാണ് വിചാരിച്ചിട്ട്. അതുപോലെ തന്നെ ഞാൻ UDF ആണ്. അപ്പം അതുപോലെ വിചാരിച്ച പോലെയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. സെഞ്ചുറി കടന്ന് UDF തരംഗമായി പറയാനുള്ളൂ. 5 വർഷം അവർ ഭരിക്കട്ടെ, നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് പറയണോ. 10 ഭരിക്കട്ടെ അവര് അടിപൊളിയായിട്ട് വായിക്കും. എങ്ങനെയുണ്ടെന്ന് നോക്കാനോ പറയണോ. പറ്റിയില്ലെങ്കിൽ വരണം. അടുത്ത വർഷം തിരിച്ച് LDF തന്നെ വരും. നല്ല വിജയമാണ്. അടിപൊളി വിജയമാണ്. വേറെ ഒന്നും പറയാനില്ല നമുക്ക് കേട്ടോ. ഓക്കെ. എല്ലാവരും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രേ ഉണ്ടാവുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായില്ല. അതുണ്ടായിരുന്നു. ഇത്രയും തൂത്തുപറക്കി വരുമെന്നൊരു ധാരണ ഉണ്ടായില്ല. ഏറ്റവും വലിയ അഴിമതിയല്ല നടത്തിയത്. അതുകൊണ്ടല്ലേ ഇവരെടുത്തത്. ഇതും വന്നാൽ ഇത് പിണറായിയുടെ മോളെ കിട്ടിയവനെ ഇപ്പം അടുത്ത മുഖ്യമന്ത്രി ആക്കാനുള്ള പരിപാടി ആയിരുന്നു. ഒക്കെ പൊളിഞ്ഞില്ലേ. അപ്പന് കുത്തക ആക്കാൻ വേണ്ടി വെച്ചുകൊണ്ടിരുന്നല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ജനങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ വിധി ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഈ പിണറായി വിജയൻ്റെ ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള വിധിയാണ്. ഇവിടുത്തെ ഇടതുപക്ഷം പറയുന്നത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും അവരുടെ വിചാരം ഇതാണ് ശരി. പക്ഷേ ജനങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, ശരി ഏതാ തെറ്റെന്നുള്ളത് ഈ പിണറായി വിജയനോ അല്ലെങ്കിൽ ഈ ഇടതുപക്ഷക്കാരോ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഈ വിധി ജനങ്ങൾ കറക്റ്റായിട്ടുള്ള സത്യത്തിന് വേണ്ടിയിട്ടുള്ള വിധിയാണ്. പിന്നെ പ്രത്യേകിച്ച് VD സതീശൻ എന്ന ശക്തനായ നേതാവ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ജനങ്ങളുടെ ഇടയിൽ പാർട്ടീനെ വളർത്തി വലുതാക്കി എടുത്തിരിക്കുന്ന വിജയമാണ്. UDF തന്നെ ജയിക്കുന്നത് ഷുവർ അല്ലേ? വമ്പം ഭൂരിപക്ഷം. അതെ തീർച്ചയായിട്ടും. ഒരു കടന്നുവരവാണ്, ഇനി ഒരു തിരിച്ചുവരവാണ് അവരുടെ. എല്ലാ ആശംസകളും. ഇത്രയും പ്രതീക്ഷ ഇല്ല, ഇത്രയും പ്രതീക്ഷയില്ല. നമ്മൾ പ്രതീക്ഷിച്ചാൽ അപ്പുറമാണ് സംഭവിച്ചേക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇത്രയും വലിയൊരു മാറ്റം വന്നത്? അത് ജനങ്ങളല്ലേ വോട്ട് ചെയ്തത്. അപ്പോൾ ജനങ്ങൾക്ക് അറിയാം അത് ആരാണെന്ന് നയിക്കേണ്ടത്, ആരാണെന്ന് അറിയാം. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. മാറ്റം നല്ലതാണ്. ഒരു മാറ്റം വേണം. അതാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. LDF ഭരണത്തിൻ്റെ ആയിരിക്കുള്ളൂ. അത് ഭരണം മോശമായിരുന്നു.
നല്ല UDF ജയിക്കട്ടെ, നല്ല ഭരണം വരട്ടെ. ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരു മാറ്റം വേണം, നല്ലതാണ്. ഒരു മാറ്റം വേണമല്ല, മനുഷ്യനായി കഴിഞ്ഞാൽ അതിൻ്റെ ഇത് പാർട്ടി ഇതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വേണം. ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ, എന്തായാലും ഇത്രയും കൂടെ ഉള്ളൊരു പ്രതീക്ഷ ഉണ്ടായില്ല. പെട്ടെന്നൊരു ബോംബ് പൊട്ടിയായി എന്നായി പോയി അല്ലേ. ഭയങ്കര എല്ലാവർക്കും നല്ല സന്തോഷമാണ്, എല്ലാ ആൾക്കാർക്കും സന്തോഷം. പിന്നെ പുള്ളിക്കാരനാണെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയാണെങ്കിൽ ഭൂരിപക്ഷം കുറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഭൂരിപക്ഷം കൂടി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. നല്ല റിസൾട്ടാണ്, നല്ല റിസൾട്ടാണ് കേട്ടോ. ഇനി പണിമുടക്ക് ഹർത്താൽ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. നേരത്തെ കടക്കാർക്കൊക്കെ റെസ്റ്റ് കിട്ടും ഇടയ്ക്കിടയ്ക്ക്. ഹർത്താലുകളൊക്കെ ഇനി വരുമല്ലോ. കോൺഗ്രസ്സിന് അങ്ങനെ ഹർത്താലൊന്നും നടത്തൂല അവർ. ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് പണിമുടക്ക് അതൊക്കെ വേണം. എന്നാലേ ഈ 5 വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷം ഇവർക്ക് ഭരണത്തിൽ വരാൻ പറ്റുള്ളൂ. ഈ 5 വർഷം കഴിഞ്ഞാൽ അടുത്തതിന് ജയിക്കണമല്ലോ, അതിന് ഭരണത്തിൽ വരാൻ പറ്റുള്ളൂ. അതാണ് ഭരണം മാറി നിൽക്കട്ടെ, മാറി വരട്ടെ, നല്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഭരണമാറ്റം നല്ലതാണ്. കാരണം ഇപ്പോൾ 2 പ്രാവശ്യം ഇപ്പോൾ LDF ഭരിച്ചല്ലോ, ഒന്ന് മാറി ഭരിക്കട്ടെ. ഈ ഭരണം പ്രതീക്ഷിച്ചാണ്. ഒരു 75-80 സീറ്റ് വരെയാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നത്. ഇത് കോൺഗ്രസിൻ്റെ നല്ലൊരു നേട്ടമായിരുന്നു. പിന്നെ അവരിനി അടുത്ത 5 വർഷം നല്ല ഭരണം കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവർ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്ക് ബസ്സിൽ ഫ്രീ യാത്ര, ട്രാൻസ്പോർട്ടിൽ, അതുപോലെ തന്നെ 3000 രൂപ പെൻഷൻ. ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അവർ നടത്തിയെടുത്താൽ വളരെ നല്ല കാര്യമായിരിക്കും. അവർക്ക് പിന്നീട് 5 വർഷം ഉള്ള ഭരണത്തിൽ അവർക്ക് നല്ലൊരു ഇത് കാഴ്ചവെക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞുകൊണ്ട് ഇത്ര നാളെ ഒരു 10 വർഷത്തിനിടയ്ക്ക് ഇപ്പോൾ അടുത്ത ഒരു ഹർത്താലോ ബന്ധമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഒരു ഹർത്താൽ ബന്ദ് എല്ലാം പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. അതെങ്ങനെയൊക്കെയെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇവർ നല്ലൊരു ഭരണം കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ശരിക്കും ഒരു LDF അനുകൂല ഉള്ള ഒരാളാണ്. പക്ഷേ ഈ കഴിഞ്ഞ ഭരണത്തിനോടുള്ള ഒരു എതിർപ്പ് പൊതുവെ ജനങ്ങൾക്കുണ്ടായിരുന്നു. അതിന് ഒരു പ്രതികരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അട്ടിമറി വിജയം പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ, ഒരു വിഭാഗം ആളുകൾ മറ്റൊരു സംഘടനയോട് കൂടി ഒരുമിച്ച് പോയി. പിണറായി വിജയൻ ഒരുപാട് കാര്യങ്ങൾ നല്ല ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറം ചിലപ്പോൾ പലർക്കും പല രീതിയിലും അത് വ്യാഖ്യാനിക്കാമല്ലോ. ആ ഒരു ഇത് പിന്നെ വെള്ളാപ്പനോടുള്ള സമീപനം അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മാറ്റാൻ ആളുകൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പൊതുവെ LDF എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെ ചേർത്ത് പിടിച്ച് പോകേണ്ട ഒരു സംഘടനയാണല്ലോ. അത് ആളുകൾക്ക് പൊതുവെ കാണുമ്പോൾ അങ്ങനെയല്ല ആളുകൾ കണ്ടേക്കുന്നത്. ചില വിഷയങ്ങളിലും ചില സന്ദർഭങ്ങളിലൊക്കെ ചില വിഭാഗങ്ങളെ മാത്രം ചേർത്ത് പിടിക്കുക, ചില വിഭാഗങ്ങളെ തള്ളിപ്പറയുക എന്നുള്ളൊരു ഇത് വന്നു. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചത്. അഭിപ്രായമില്ല, നല്ല റിസൾട്ടല്ലേ വന്നേക്കണം. ആലുവയിൽ അന്നൂർ സ്ഥാനത്ത് നല്ല ഭൂരിപക്ഷം നിൽക്കണം. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, നല്ല ഭരണം കാഴ്ചവെക്കട്ടെ. ആരും വന്നാലും UDF അധികാരത്തിൽ വരും ചാൻസ്. എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ മൊത്തം UDF തരംഗമാണ്. അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണ് LDFന്. ഇനി നമ്മൾ നോക്കാനുള്ളത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള പിടിവലിയാണ്. പിടിവലിയില്ലാതെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഭരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത 5 വർഷം കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരാം. ഇലക്ഷൻ റിസൾട്ട് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDF ശരിക്കും ഈ പ്രാവശ്യം പണിയെടുത്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDF ഈ പ്രാവശ്യം ആത്മാർത്ഥമായി പണിയെടുത്ത കാരണം കൊണ്ട് ഈ പ്രാവശ്യം UDF ജയിച്ച്. അതിന് ഫുൾ ക്രെഡിറ്റ് കൊടുക്കുന്ന VD സതീശനാണ്. VD സതീശൻ ശരിക്കും ആത്മാർത്ഥമായിട്ട് ശരിക്കും പണിയെടുത്ത വ്യക്തിയാണ്. അയാൾക്ക് VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നല്ല ഭരണമാണ് ഈ ജനങ്ങൾ ഇനിയും അംഗീകരിക്കും.
ഇതുവരെ കോൺഗ്രസിൽ 10 വർഷം ഇടത് വർഷം ഭരിച്ചതിൻ്റെ ആ ഒരു കുറവുകൾ കൊണ്ടിട്ടാണ് ഇപ്പോൾ UDF തിരഞ്ഞെടുത്തത് ജനങ്ങൾ. അപ്പോൾ ഇനി നന്നായിട്ട് ജനങ്ങൾക്ക് ഉപകാരമുള്ള ഭരണം കാഴ്ചവെക്കുകയാണെങ്കിൽ ജനങ്ങൾ ഇനി വീണ്ടും UDF പിന്തുണയ്ക്കും. ഒന്നും പറയാനില്ല, ഞാൻ നിഷ്പക്ഷപാതി, എനിക്കൊന്നും പറയാനില്ല. കോൺഗ്രസ് തന്നെ വരണം. കോൺഗ്രസ് എന്നാലേ പണിയുണ്ടാവുള്ളൂ, 10 രൂപ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. UDF വന്നാൽ മാത്രം 10 രൂപ പുറത്തിറങ്ങുള്ളൂ, 10 രൂപയുടെ പണി ഉണ്ടാവുള്ളൂ. LDF വന്നിട്ട് കാര്യമില്ല. ആദ്യത്തെ 5 കൊല്ലം നല്ല ഭരണമായിരുന്നു, രണ്ടാമത്തെ 5 കൊല്ലം മനുഷ്യനെ കൊന്നു. ഇത് എത്ര പറയാനാണ്?